ഇറങ്ങി പൊളിച്ചെടുക്കടാ മക്കളെ, ആവേശത്തോടെ അമ്മമാർ. രാഹുലിന്റെ പ്രതികരണം കണ്ട് ആവേശത്തോടെ കേരളത്തിലെ അമ്മമാർ ആയിരങ്ങളാണ് i2 ന്യൂസിലേക്ക് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആദ്യം കെക്കച്ചൻ്റെ ഒരു പ്രതികരണം കാണുക. നെട്ടൂർ കെക്കച്ച, അന്ന് ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ ഒന്ന് രാഹുലിനെ വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് കേൾക്കുകയും ഇന്ന് ഈ കാണിച്ച ആവേശം അന്നൊന്ന് കാണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ രാഹുലിന് ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. നീ ഒറ്റ ഒരുത്തനല്ലേ രാഹുലിനെ കൊല്ലാൻ ചെന്നായ്ക്കൾക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത്. നിന്റെ കുഞ്ഞമ്മയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ നീ കന്നതെരുവുകൾ മുഴുവൻ കാണിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെ പോടാ നിന്റെ ആ ബോധ്യങ്ങൾ? കേരളത്തിലെ ജനങ്ങൾ കെക്കച്ച നിനക്ക് മാപ്പ് തരില്ല. മിഷൻ 250യുടെ 113-ാം ദിനം ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നെട്ടൂർ കെക്കച്ചൻ്റെ ഇന്നത്തെ ആ പ്രതികരണം കാണുക. തുടർന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പറ്റൻസും ഇല്ല. ആവശ്യമില്ലാത്തൊരു പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. പരാതി പോലും മെയിൻറ്റെയിനബിൾ അല്ല. സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത്. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് MLA ആയിക്കോട്ടെ, എത്ര പേരുണ്ട് MLA മാര് കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ? മുകേഷ് MLA ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ? അല്ലേ? കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അതവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡൻ്റാണ്, ഒരിക്കലും വരാൻ പാടില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. പാലക്കാട് MLA യുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ നിയമസഭാംഗത്വം പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പാടില്ല. ഇപ്പോൾ കൺവിക്ട് ചെയ്തു ആന്റണി രാജുവിൻ്റെ, അപ്പോൾ നിയമമുണ്ട് അത് കളയാൻ, നിയമമുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, അല്ലാതെ നിയമമുണ്ട്. ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു MLA യുടെ എല്ലാ MLA മാരും കേസിൽ പ്രതിയല്ല, ഏതെങ്കിലും കേസിൽ പ്രതിയല്ല എല്ലാ MLA മാരും. അപ്പോൾ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക, അല്ലേ? നമ്മളെല്ലാം പ്രതികളാണ്, ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതികളാണ്. MLA മാരുടെ കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചാൽ എല്ലാ MLA മാരും കേസിൽ പ്രതിയല്ല. ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്നൊരു ഭരണമുന്നണി തീരുമാനിച്ചാൽ പ്രതിപക്ഷം അല്ല, ഏത് കേസായാലും അപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യായിരുന്നു? അല്ലല്ല, അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണം? അത് ആവശ്യമില്ലാത്ത പ്രീസിഡന്റ് ആവും പാടില്ല. ആരുടെ കേസിലാണ്? i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് തങ്ക എന്നാണ്. ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നതാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. അദ്ദേഹത്തിന് അത് എൻ്റെ ഒരു മോനാണ്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ ഇതിന് നേരത്തെ എനിക്ക് അറിയില്ല ഈ കുഞ്ഞിനെ. ഞാൻ അവസാനം ഞാനൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വിശ്രമ ഘട്ടത്തിലാണ് മൊബൈൽ എടുത്ത് നോക്കുന്നത്. പിന്നെ ഞാൻ അത് തന്നെ കാണുകയും ആ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതേ പ്രായത്തിലുള്ള ഒരു മകനും മരുമകനും എനിക്കുമുണ്ട്. അതനുഭവിച്ച ആ ഒരു വിഷമങ്ങളും ഞാനും ഒരു വിധവയാണ്. ഒരു വിധവ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ, അത് പാഴായി പോകാതെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം മാത്രമല്ല ആ കുട്ടിയുടെ കയ്യിൽ വരേണ്ടത്, എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടെ ഒരു രാജ്യം തന്നെ ആ കുട്ടിയുടെ കൈ വരേണ്ട ഭാഗ്യം, അത് നയിച്ചു പോകാനുള്ള എല്ലാ ബുദ്ധിയും ശക്തിയും തന്ത്രങ്ങളും എല്ലാം അറിയാവുന്ന ഒരു കുട്ടിയാണ്. അതിനെ മാനസികമായിട്ട് തളർത്തല്ലേ എന്നൊരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ആ മോനെ ഒന്ന് നേരിട്ട് കണ്ട് ആ ഒരു വിഷമത്തിൽ പങ്കുചേരണമെന്ന് അതിന് വിഷമമില്ല. കാര്യം സത്യം, അവന്റെ കയ്യില് 5 പേരുണ്ട്. അവൻ ഒറ്റയ്ക്കല്ല, രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്കല്ല, 5 പേരുണ്ട്. ധർമ്മം, കർമ്മം, നീതി, ന്യായം, സത്യം, ഈ പാണ്ഡവർ 5 പേരുടെ ഒരു കവചം ആ കുട്ടിക്കുണ്ട്. അതിലാണ് ആ കുട്ടി തലകുനിക്കാതെ ആ ഒരു പുഞ്ചിരിയോടുകൂടി. അപ്പോഴെല്ലാം ഞാൻ യേശു ക്രിസ്തുവിന്റെ മുഖമാണ് കണ്ടത്.
അവനിലൂടെ കണ്ടത് യേശുക്രിസ്തുവിന്റെ മുഖമാണ്. പക്ഷെ ആ യേശുക്രിസ്തുവിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന്റെ മുന്നേറ്റം. അഭിനന്ദനങ്ങൾ. ഞാനൊന്ന് ഈ വാർത്ത നിങ്ങൾ ആരെന്നും ഏതെന്നും ഒന്നും എനിക്കറിയില്ല. ഞാൻ ഈ രാഹുലിന് അനുകൂലമായിട്ട് നിൽക്കുന്ന വാർത്തകളാണ് എല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും അടുത്ത് കണ്ടപ്പോഴത്തേക്ക് ആ നമ്പർ കണ്ടോണ്ട് ഞാനൊന്ന് വിളിച്ചതാണ്. എന്റെയും കൂടെ ഒരു അഭിനന്ദനം, എന്റെയും കൂടെ ഒരു പ്രാർത്ഥന. ഒരമ്മയല്ല, 1000 അമ്മയുടെ മകനാണത്. 1000 സഹോദരങ്ങളുടെ സഹോദരികളുടെ ഒരു സഹോദരനാണത്. ഈ രാജ്യത്തിന് അവനെ വേണം. അതുപോലെ ഒരു കുഞ്ഞിനി മഹാത്മാഗാന്ധിയാണോ? അതല്ല. വിവേകാനന്ദനാണോ? സുഭാഷ് ചന്ദ്രബോസ്? അത് പറഞ്ഞാൽ ഒരുപക്ഷെ നന്നാകും അല്ലെ, ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വം. ഇത്രയും ക്ഷമ ആ കുഞ്ഞിനുണ്ടായല്ലോ. ഇത്രയും ക്രൂശിക്കപ്പെടുമ്പോഴും ആരുടെയും പേര് വിളിച്ചു പറഞ്ഞ് അവരെ ആരെയും കരുവാരി തേക്കുന്നവരെ പോലും തിരിച്ച് തൻ്റെ കയ്യിലാണ് സത്യങ്ങളും ധർമ്മങ്ങളും നന്മകളും ഉണ്ട് എന്ന് സ്വയം അറിയാമായിരുന്നിട്ടും ആരെയും ആ കുട്ടി കരുവാരി തേക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും. എനിക്ക് അത്രയധികം ദുഃഖം ഉണ്ട്. ഞാനത് പലരിടത്തും പറയുന്നുണ്ട്. എനിക്ക് എന്താ ഇതിനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു കുഞ്ഞിനെ എനിക്കൊന്ന് നേരിട്ടൊന്ന് വിളിക്കണം, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വിളിക്കാനെങ്കിലും ഒന്ന് പറയണം. കാര്യം ഒരു 25-35 പ്രാവശ്യം ഞാൻ ഇന്നലെ മെനഞ്ഞാന്നായിട്ട് വിളിക്കുന്നുണ്ട്. ബെല്ലുണ്ട്, പക്ഷെ കുഞ്ഞെടുക്കുന്ന കാര്യം പേടിച്ചായിരിക്കും എടുക്കാത്ത. എവിടെ നിന്നാണ് ഒരു കോള് വന്നാൽ ഇനിയും തകർക്കും എന്നുള്ളത് അറിയത്തില്ലല്ലോ. ഇതൊക്കെ കേട്ടോളും, ഇത് രാഹുൽ കേട്ടോളും. അത് മാത്രമല്ല, ഞങ്ങൾ വിളിക്കാൻ പോകത്തില്ല. കാരണം ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇപ്പം രാഹുലിനെ ഇപ്പം അമ്മ ഇഷ്ടപ്പെടുന്ന പോലെ കരുതുന്ന പോലെ ലക്ഷക്കണക്കിന് ആളുകൾ, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ. അവരെല്ലാം ആകാംക്ഷാഭരിതരാ. അന്നേരം അവരെല്ലാം അവരുടേതായ രീതിയിൽ വിളിക്കും. അന്നേരം അതൊരു മാനുഷികമായിട്ട് ഇമ്പോസിബിൾ ആണ് എല്ലാ കോളുകൾ എടുക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം. പക്ഷെ ഞാൻ വിളിക്കുന്നുമില്ല. നമുക്കിതൊന്നും ഈ അയാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും കരുതിയല്ല നമ്മളിതിൽ ഇടപെടുന്നത്. ഇതിനകത്തൊരു നീതികേട് ഉണ്ടായിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടക്കം മുതലേ നിൽക്കുന്നത്. അന്നേരം അതിനൊരു ഇൻസ്ട്രുമെന്റൽ ആകുക. ഇപ്പോൾ ഞങ്ങൾ ഇതുപോലൊരു പ്രതികരിക്കാൻ, സാധാരണ ജനങ്ങൾക്ക് പ്രതികരിക്കുവാൻ, ഇപ്പം ഇവിടെയുള്ള ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത ഈ മാധ്യമങ്ങൾ അവരുടെ വേർഷനുകൾ, അവരുടെ നറേറ്റീവ് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ആയ വിധത്തിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു പൾസ് എന്താണ് എന്ന് പുറലോകത്തെ അറിയിക്കാനുള്ളൊരു ശ്രമം മാത്രമാണ് നമ്മളിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അത് അമ്മ കണ്ടു, എന്നെ വിളിച്ചു, സംസാരിച്ചു, ഇത് നമ്മൾ കൊടുക്കും. ആദ്യമല്ലേ അറിയാമായിരുന്നു ഇത് അതിന് ഗൂഢാലോചനയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിലോ അതിനെ കുടുക്കിയതാണെന്ന് നമുക്ക് ആദ്യം തൊട്ടേ അറിയാമായിരുന്നു. പിന്നെ ഇന്നലെ അതിന്റെ അഭിമുഖം കൂടി കണ്ടു കഴിഞ്ഞപ്പോ സത്യത്തിൽ കരഞ്ഞുപോയി. അത് എന്തുകൊണ്ട് സത്യം മുഴുവൻ അതിന്റെ കയ്യിലുള്ളതുകൊണ്ടും അത് ഒരു തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അത് തളരാഞ്ഞത്. കാര്യം നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പം നമ്മളുടെ മനസാക്ഷിയിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മുടെ മുഖം ഉയർന്നു തന്നെ നിൽക്കുന്നത്. ഞാനങ്ങനെയാണ്. എനിക്ക് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ആയാലും ഒരു പ്രസ്ഥാനത്തിലൂടെ ആയാലും ഞാൻ ഒരുപാട് ഒറ്റപ്പെടുന്നുണ്ട്. ഈ ഒറ്റപ്പെടലെല്ലാം ഈ പറഞ്ഞ ഈ 5 പേര് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് എന്നെ ഒറ്റപ്പെടുത്തുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒറ്റപ്പെടുന്നത് എന്നോട്ട് എനിക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിലല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് കൂട്ടായിട്ട് ഈ 5 പേരുണ്ട്. പാണ്ഡവർ 5 പേര് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. എന്റെ പേര് ലത്തീഫ് എന്നാണ്. എന്റെ വീട് മുടിക്കോട്, മണ്ണത്തി മുടിക്കോട്. ഞാൻ ഡയാലിസിസ് ചെയ്ത് നടക്കുന്ന ആളാ, സുഖമില്ലാത്ത ആളാണ്. പക്ഷെ ഈ രാഹുലിനെ പോലുള്ള ചെറുപ്പക്കാർ പിള്ളേര് വേണം നമ്മളെ കോൺഗ്രസിനെ നിലനിർത്താൻ. ഈ കേക്കത്തിനൊന്നും വേണ്ട നമുക്ക്. കേക്കത്തിനും വേണ്ട, ചെന്നിത്തലയും വേണ്ട, ഈ മുരളീധരനും വേണ്ട. ഇവരൊക്കെ മാറ്റി നിർത്തുക. അതേപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, അവനൊക്കെ ചവിട്ടി പുറത്താക്കുക കോൺഗ്രസ് നന്നാവും. അപ്പൊ കോൺഗ്രസ് നന്നാവും ചെയ്യും. നമുക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാർ പിള്ളേരായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ രാഹുലിനെ പേടി അവർക്ക്.
ഇവർക്ക് എല്ലാവർക്കും രാഹുലിനെ പേടിയാ. ഞങ്ങൾക്ക് വോട്ട് അവിടെ ഉണ്ടാവണ്ടായിരുന്നു. അല്ലെങ്കിൽ അവനോട് തൃശ്ശൂർ വന്ന് നിൽക്കാൻ പറയും. തൃശ്ശൂർ വന്ന് നിൽക്കട്ടെ, അവരെ കാണിച്ചു കൊടുക്കാം. അവർക്ക് സുഖമില്ലാത്ത ഞാൻ പോലും നടന്ന് പ്രവർത്തിക്കും. നടക്കാൻ വരെ പറ്റില്ല, കട്ടിളമ്മയൊക്കെ എടുക്കുന്നു. പക്ഷെ നല്ല പയ്യനാണ്. കോൺഗ്രസിന് ഇങ്ങനത്തെ ഒരു പയ്യൻ ഇന്നലെ രാഹുൽ ആ പറഞ്ഞ ഇന്റർവ്യൂല് ശ്രദ്ധിച്ചോ? എന്നെ ഒന്ന് കേൾക്കാൻ ഇവന്മാര് ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് കേൾക്കാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും പാടുപെട്ടു. അവനെ ഒന്ന് അവന്റെ ഒരു വേർഷം കേൾക്കാനുള്ള ഒരു മാന്യത കാണിക്കാത്ത, സംഭാഷണം കേൾക്കാൻ പോലും അവർ തയ്യാറാവില്ല. ആശ്മി എന്തൊക്കെ കാണിക്കുന്നു. ആശ്മിയും ഇയാള് ശ്രീകണ്ഠൻ നായർ എഴുതി കൊടുത്തിട്ടുള്ള പേപ്പറും വെച്ചിട്ട് വായിക്കാൻ നോക്കുമ്പോ സമ്മതിക്കില്ല. രാഹുൽ അവരെല്ലാവരും മുട്ടുകുത്തിക്കും. എല്ലാവരും മുട്ടുകുത്തിക്കും. രാഹുലിന്റെ വേഷം കൊണ്ടൊന്നും നടക്കില്ല. ഈ പെണ്ണുങ്ങളിൽ പറയണ എന്റെ ഭാഷയിൽ പറഞ്ഞു, ഇവരൊക്കെ ആ ചെക്കനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കണമല്ല. അവരൊക്കെ ഒഴിവാക്കി വിടും സാറേ. ഇതിലേക്ക് 4 ചെറ്റകൾ പോയി കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് നന്നാവും. ആ രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടണം. എന്തിനു വേണ്ടിട്ടാ? നമുക്ക് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാ. ഈ വക കള്ളന്മാരോ ഇവര് എന്നിട്ട് ഈ യാതൊരു മാന്യതയോ ഒരു നിലപാടോ ഇല്ലാത്ത ഈ വൃത്തികെട്ടവൻ ഇവൻ കേരള യാത്ര നയിക്കാൻ പോകുന്നു. എന്ത് തോന്നിയത് കണ്ടിട്ട്? ഒന്നും നടക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഇവൻ അടിയിട്ടാണ് നോക്കിയാൽ മതി. പെണ്ണുങ്ങളായിരുന്നു ഇവന് നമ്മളെ VD സതീശന് അടിയിട്ടാണ് നോക്കിയാൽ മതി. അവനൊക്കെ കേരള യാത്ര നടത്തിയിട്ട് ഒന്നും കാര്യമില്ല, ഒരു കാര്യമില്ല. അവൻ ആർക്ക് വേണ്ടിട്ട് അവൻ BJPക്കും CPM-നും വേണ്ടി വർക്ക് ചെയ്യുന്നവനാ. അതല്ലാണ്ട് കോൺഗ്രസിന് വേണ്ടിട്ട് കോൺഗ്രസ് മുന്നോട്ട് വരാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അവനക്കിപ്പോ അറിയാം അവൻ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാനും എനിക്കിരിക്കാൻ പറ്റില്ല. അപ്പൊ അവന് ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് നടക്കണവനാ. വിഷമം പറയണ സാറേ, എന്റെ വിഷമം പറയണത്. സത്യം നമ്മളെ ചെക്കനൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ പൊന്ന്. ഒരു ഏതെങ്കിലും MLA-മാരെ ഈ വയസ്സ് മുതുക്കന്മാരെ ഏതെങ്കിലും മണ്ഡലത്തിൽ അറിയോ? അവര് വോട്ട് മേടിക്കാൻ പോവല്ലാണ്ട് അവരെ ആ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് MLA-മാരെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട്? അത് സ്ഥലത്ത് രാഹുൽ, ഷാഫി പറമ്പില്, ബാക്കിയുള്ള ചെറുപ്പക്കാർ കംപ്ലീറ്റ് എല്ലാവരും അവരെ മണ്ഡലത്തിൽ അവർ നിറഞ്ഞു നിൽക്കണം. ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ഒട്ടും വാങ്ങിച്ച് മിണ്ടാണ്ട് പോയിട്ട് ഇവര് പോയിട്ട് ഓരോ പാവാടയുടെ അടിയിൽ ഒളിച്ചിരിക്കുക. സുനിൽ സാറേ, ഞാൻ വത്സലയാണേ. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ നൂറിനാട്ടുന്നാ വിളിക്കുന്നേ. പറഞ്ഞോ സാറേ, ഞാൻ ഇന്നലെ രാഹുലിന്റെ ആ ചർച്ച കണ്ടായിരുന്നു, ആശ്മിയായിട്ടുള്ള. അവന് രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അവനങ്ങ് ഇടയ്ക്കങ്ങ് കേറിക്കോളുവാങ്ങ്. രാഹുൽ പറയുമ്പോ നിർത്തന്ന് പറഞ്ഞാലും പിന്നെ ഇവനങ്ങ് ഇടയ്ക്ക് കേൾക്കും. ഇവൻ എന്തിന്റെ സൂക്കടവുമാർക്കൊക്കെ മനസ്സിലാക്കണ്ടേ? ഇപ്പൊ നമ്മൾ ഒരു വാടകയ്ക്ക് ഒരുത്തനെ തല്ലാനായിട്ട്, അതായത് ഒരു മിടുക്കനായിട്ടുള്ള ഒരുത്തനെ തല്ലാൻ വേണ്ടി നമ്മളൊരു വാടകയ്ക്ക് ഒരു വാടക ഗുണ്ടയെ വിടുക നോക്കുക. അന്നേരം അവന് കൂലി കൊടുത്ത് വിടുമ്പം പറയും അവനോട്ട് നന്നായിട്ട് അടിക്കണം, അവൻ എഴുന്നേറ്റ് നീ കിക്കല്ലെന്ന് പറഞ്ഞ് വിടാൻ വന്ന ഒരു മാപ്രയുടെ റോളേ ഉള്ള ആ പാവപ്പെട്ടവന്, ഹാഷ്മി എന്ന് പറഞ്ഞ പാവപ്പെട്ടവന്. അന്നേരം അവൻ ആമ്പിള്ളാരുടെ നല്ല ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചിട്ടില്ല. അന്നേരം മിടുക്കന്മാരുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവനെ വലിച്ചു കയറി പറിച്ച് അവൻ ചവിട്ടി തൂത്ത് കളഞ്ഞു. സാറേ, അതല്ല, ഇവനെ ജയിലിൽ കൊണ്ടുവന്നൊരു ഇവനെ ആ പെണ്ണുങ്ങൾ വെച്ച് പീഡിപ്പിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ ഞാനിവിടെ ദൈവത്തെ വിളിച്ചോണ്ടിരിക്കുക. ദൈവമേ, അവന് രാപത്ത് മെത്തരെ, അവൻ ഇറങ്ങണേ, അവൻ നിക്കണേന്ന്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയാലും ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവൻ ഇറങ്ങണേന്ന്, അവനൊരു ആപത്തും വരുത്തരുതേന്ന്. കാരണം അവന്റെ അമ്മയുടെ കണ്ണുനീര് ഒന്ന്, രണ്ടാമത് ഈ ജനങ്ങൾ മൊത്തം അവന്റെ കൂടെ ഉണ്ട്. പറഞ്ഞു മനസ്സിലായി. അവന് തെറ്റ് ചെയ്തെങ്കിൽ അവൻ അങ്ങനെ ധൈര്യമായിട്ട് നിന്ന് സംസാരിക്കത്തില്ല സാറേ. കണ്ടോ രാഹുലിന് എന്തെങ്കിലും ഒരു ഭയമോ വേവലാതിയോ ആശങ്കയോ തിടുക്കോ ഈ ഹാഷ്മി എന്ന് പറയുന്ന അല്ലെ ഇത്രയും അവൻ എല്ലാ ദിവസവും ക്യാമറയുടെ മുന്നിലിരുന്ന് ചെയ്യുന്ന അവൻ അവിടെ നിന്ന് വേർത്തുരുകി. അതെ, ഞാൻ കണ്ടു. അവന്റെ എല്ലാം തീരുന്നത് വരെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ആശ്മിക്ക് മെസ്സേജ് വിട്ട്, താൻ എന്തുവാടോ രാഹുലിനെ കൊണ്ട് പറയാൻ സമ്മതിക്കാത്ത, തനിക്ക് എന്തുവാ ഇത്, അവൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. നീയൊക്കെ ഇത്രയും കാലം പറഞ്ഞില്ലേ എന്നെ കുറിച്ച്? ഞാൻ ഒരു അക്ഷരം എനിക്ക് പറയാനൊരു അവസരം തരുന്നതിനകത്ത് കയറി ചോദ്യം ചെയ്തതെന്ന് കൃത്യമായിട്ട് അവൻ പറഞ്ഞില്ലേ?
അതെ, അവൻ പറഞ്ഞത് കേട്ടോ, അത് കേട്ടിട്ട് സങ്കടം വന്നു. എന്റെ പാർട്ടിക്കാർ പോലും, എന്റെ കൂടെ നിൽക്കുന്നവർ പോലും ഒരക്ഷരം മിണ്ടിയില്ല, എന്നോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താ കാര്യമെന്ന്. അവന്റെ ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും അവൻ ജയിലിൽ കിടന്നപ്പം പോലെ ദൈവമേ ഞങ്ങൾക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. എല്ലാ എല്ലാരും ഓർത്തു ദിവസവും ഇത് ആരാ ഈ ചേച്ചെന്നറിയാം. ഈ വി ഡി സതീശനെ അവൻ കുറ്റം പറയുമെന്നോ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റം പറയുമെന്നോ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നോ വെല്ലുവിളിക്കുന്നോ ഒക്കെ പലരും കരുതി. പക്ഷേ കണ്ടോ, പറഞ്ഞതുണ്ടോ, എനിക്ക് അവസരം തന്നില്ലെങ്കിൽ പോലും എന്നെ കോൺഗ്രസ്സുകാർക്ക് കളയാം, പക്ഷേ എന്റെ ഉള്ളിൽ നിന്നും കോൺഗ്രസിനെ കളയാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. ഇതുപോലൊരുത്തൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ടോ? ഈ പ്രസ്ഥാനത്തിന് സത്യം പറഞ്ഞാൽ ഇതുപോലൊരു അർഹനാണോ? സാറേ, ഇതിനകത്ത് ഈ നിൽക്കുന്നവന്മാരും ഒന്ന് പിണറായിയുടെ ആൾക്കാരാണ്. പിന്നെ പിണറായിക്ക് പിന്നെ കാല് പിടിച്ചോണ്ടും വെള്ളം കോരി കൊടുത്തോണ്ടും ഇരിക്കുന്നവനായി ഈ സതീശായാലും മുരളി ആയാലും മറ്റേ നമ്മുടെ ചെന്നിത്തലയായാലും ഇവന്മാരെല്ലാം ഇവന്റെ സൈഡായി. ഇവനോടൊക്കെ കാശ് മേടിച്ചിട്ടുണ്ടെന്നേ സാറേ. അതുകൊണ്ടാണ് ഇവന്മാരിങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ പാവപ്പെട്ട ഇറക്കൻ ഒന്ന് മുന്നേറി വരണ്ട ഇറക്കനില്ലേ ആണോ? അതുപോലെ ഷാബി ഇവനെ ഒരക്ഷരം ഇവന് വേണ്ടിയിട്ട് വാദിച്ചോ? ഇല്ലല്ലോ, എല്ലാം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഓരോ വാർത്തയും സാറിന്റെ കേട്ടോണ്ടിരിക്കുക. വേറെ ഒരു വാർത്തയും ഞാൻ കേൾക്കത്തില്ല. സാറിന്റെ ന്യൂസ് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. സാറ് ഒരിക്കലും സാറ് ഒരിതാവരുത്, അവനെ മുമ്പിലോട്ട് കൊണ്ടുവരണം. സാറിന്റെ ഈ വാർത്തയാണ് എല്ലാ ജനങ്ങളിലെത്തിയതും 100%. സാറിന് ആയുസ്സും ആരോഗ്യവും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവം ഇതുപോലെ ഒരാള് ധൈര്യമായിട്ട് നിന്ന് അവന് വേണ്ടി പ്രസംഗിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ വാദിക്കാനോ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. ഈ വാർത്തയിൽപ്പെട്ട ഒരുത്തന്മാരും ഉണ്ടായിരുന്നില്ല. സാറിന് 100 പുണ്യം കിട്ടും സാറേ. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് വേവലാതിയുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് സാറിനോടാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ കുറേ മെസ്സേജ് ഇട്ട് സാറിനെ ബുദ്ധിമുട്ടിച്ചു. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഓക്കെ, എങ്കിലും ഞാൻ രാഹുലിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം മാർച്ചിൽ രാഹുലിനെ കാണാൻ ഞാൻ വീട്ടിൽ പോകും. ഇതിനെല്ലാം കാരണക്കാരൻ സുനിൽ സാറാണ് കേട്ടോ. എനിക്ക് ഒത്തിരി നന്ദി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി. നമ്മുടെ രാഹുലിനെ ഇപ്പം ഈ നിലയുടെ എത്തിച്ചതും ഇങ്ങനത്തെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് ആയി കൊടുത്തതും സുനിൽ സാറിൻ്റെ ഒരു ഒറ്റ ഇതാണ്, സുനിൽ സാറിൻ്റെ ചാനൽ കേട്ടോ. ഞങ്ങളൊന്നും ഒരിക്കലും മറക്കത്തില്ല അത്. പിന്നെ ഇപ്പം ഇത് കണ്ടോ, ന്യൂസ് കണ്ടോ, നമ്മുടെ ചെറുക്കൻ കയറി പൊടിച്ചു. എന്തൊക്കെയാണ് സുനിൽ സാറെ അവൾ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും സാറിൻ്റെ ചാനലിലൂടെ ഇതിനോടൊപ്പം ഒരു നല്ല ക്ലാരിറ്റി ആയി കേട്ടോ. സാറിൻ്റെ ITV ചാനലും ജനങ്ങൾക്ക് ഒരു നല്ല ഒരു മാതൃകയായി. സാർ പറഞ്ഞതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ വന്നേക്കുന്നത്. ഇത് മൊത്തം സാറായി ആ പാവം പിടിച്ചവനെ കുരുക്കുമായിരുന്നു ഇവളും. അവക്ക് കിട്ടാത്ത മുദ്രിങ്ങ അവക്ക് പുളിക്കും. അവിടെ അമ്മയുടെ ബർത്ത്ഡേ പ്ലെയിനെ കയറി കഴിഞ്ഞപ്പോൾ രാഹുലിനെ വിളിച്ചത്. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, രാഹുലിനെ ഏറ്റവും ഇഷ്ടമുള്ള ആളെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് അതൊക്കെ ഇപ്പോൾ സാറിന് ഞാൻ വിട്ടുതരാൻ കൂടിയത്. സാർ ന്യൂസിൽ കാണുന്നുണ്ടല്ലോ. എന്തായാലും പൊളിച്ചടിക്കും നമ്മുടെ രാഹുല്. ഇപ്പം ഫേസ്ബുക്ക് പറഞ്ഞാൽ ഈ ഒരു ന്യൂസാണ് സാറേ. അതുകൊണ്ട് സാറ് നല്ലൊരു കിടലിൻ്റെ ന്യൂസ് കൊണ്ട് വിട്ടു. നമ്മുടെ ചെറുക്കൻ ഇറങ്ങി പൊളിച്ചു. ആഷ്മിയായിട്ടുള്ള ന്യൂസ് എന്തോ ലോകമെമ്പാടുള്ള മലയാളിക്ക് ഒരു വലിയ ഒരു എന്താ പറയുന്നത്. ഇത് ഞാൻ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ വൈഫ് പറഞ്ഞത് എൻ്റെ ചോദിച്ചാൽ 4:45 മുതലേ ആൾക്കാർ ടിവിയുടെ മുന്നിലായിരുന്നാണ് പറഞ്ഞത് രാഹുലിനെ പ്രതികരണം കേൾക്കാൻ വേണ്ടി. ഇപ്പം എന്താണ്ട് ഇതും ഊമ്പി. എന്തായാലും നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഒത്തിരി നന്ദി കേട്ടോ. എന്തായാലും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നു. എത്തിക്കൽ കമ്മൽസി എന്താ കമ്മൽസിയാ എത്തിക്കൽ അവരുടെ മറ്റിടത്തെ ഒരു കമ്മിറ്റി കൊണ്ട് രൂപീകരിച്ച് അയോഗ്യനാക്കാൻ പറ്റിയായിരുന്നു കോൺഗ്രസ്സുകാർ. എന്തായാലും ഇപ്പം നിലപാട് മാറ്റി സാറേ, അതിന് ഒത്തിരി സന്തോഷം കേട്ടോ. അവിടെ എത്തിക്കൽ കമ്മിറ്റി എന്തായാലും നമ്മുടെ ചെറുക്കനെ അവിടെയും നമ്മുടെ കോൺഗ്രസ്സുകാർ ഇപ്പം രക്ഷിച്ചു കേട്ടോ. എന്തായാലും അവർക്ക് മനസ്സിലായി സാറേ നിരപരാധിയാണെന്നുള്ള കാര്യം. ഇവളുമാർ ഈ പറഞ്ഞു വിട്ട ഒന്നും അല്ല. ഇതിനകത്ത് സത്യാവസ്ഥ രാഹുൽ പറഞ്ഞാണ് സത്യാവസ്ഥ 24 ന്യൂസിനോട്. എന്തായാലും സത്യങ്ങൾ പുറത്തു പോകുന്നു. അതിനോടൊപ്പം തന്നെ സാറിൻ്റെ ചാനലിനോട് എപ്പോഴും കടപ്പെട്ടേക്കുന്നു കേട്ടോ. ശരിയെന്നാ സുനിൽ സാറേ, ഒരു നല്ല കിടിലൻ ന്യൂസ് കൊണ്ട് വിട്ടേ പുറത്തോട്ട്. എന്റെ പേര് ശ്യാമള. എന്റെ സ്ഥലം പോത്തങ്കോട് കൊയ്ത്തൂർക്കോണം. ഇന്നലെ രാഹുൽ മങ്കൂട്ടും എത്ര വ്യക്തതയോടുകൂടി കാശ്മീർ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്, എത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ എന്തോരം വിഷമം ഉണ്ടായി. പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയെതിരെ ഞാനൊന്നും പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും പ്രതികരിക്കാതിരുന്നത്. അവര് പറയട്ടെ, അവര് പറഞ്ഞ് അവരെടുക്കട്ടെ നടപടി, അതിനുശേഷം ഞാൻ പറയാം. എത്ര ഒരു പച്ച പാവമായ ഒരു ചെറുപ്പക്കാരൻ ഇതിനെ ഈ വിധം ഇട്ട് ദ്രോഹിക്കാൻ എങ്ങനെ മനസ്സ് വരണം? എന്തായാലും സാർ ഇത്രയും നാൾ കിടന്ന് കഷ്ടപ്പെട്ട് അതിന് കുറെ ഫലങ്ങളും ഒക്കെ ഉണ്ടായി. സാറേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് പറയണം സാറേ, ഒരു പുതിയ മുന്നണി രൂപീകരിക്കാൻ. ഒരു പുതിയ മുന്നണി രൂപീകരിച്ച് ഈ എല്ലാ ജില്ലകളിലും
അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് മാത്രമൊന്നുമല്ല ഈ രാഹുലിന് ഉള്ള ജനപിന്തുണ എന്ന് പറയുന്നത് നമ്മളെ കേരളം ഒട്ടാകെ ഉണ്ട്. അപ്പൊ ഒരു പുതിയ മുന്നണി രൂപീകരിച്ചിട്ട് അങ്ങനെ ഒരു ഇത് പാർട്ടി നടത്തണം സാർ. അപ്പൊ എല്ലാ ജില്ലകളിലും അത് ജയിക്കേ ഉള്ളു. അപ്പോൾ ഈ കേക്കച്ചനും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂട്ടണ ഈ വേണുഗോപാലും ചെന്നിത്തലയും അതുപോലുള്ള സണ്ണി ജോസഫും ഇതുപോലുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം ചങ്കിച്ച് നാറും. ഇനി ഈ വിധം ദ്രോഹിച്ച ഈ ഒരു പാർട്ടിയിൽ ഈ രാഹുൽ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഈ സ്നേഹിക്കുന്ന ജനങ്ങളിൽ കുറെ പേര് രാഹുലിനെതിരാവും. അതിനുള്ള ഒരു ചങ്കൂറ്റ ഒരു ആർജമായിരിക്കണം ഇനി രാഹുൽ കാണിക്കാനുള്ളത്. ഈ ചതിച്ച ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇനി നിൽക്കരുത്. ഇപ്പോഴും ഇന്നലെ സംസാരിച്ചപ്പോഴും ആ കേക്കച്ചനെതിരായിട്ടൊരു വാക്ക് പറയാതെ എത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംസാരമായിരുന്നു. എങ്ങനെ തോന്നുന്നു ഈ ഒരു ചെറുപ്പക്കാരനെ ഈ വിധം അടിച്ചു താക്കാൻ? ഇനിയും വരും സാറേ കേസ്. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇനിയും കേസുണ്ടാവും രാഹുലിന്റെ നേർക്ക്. എന്നിട്ട് ഇവര് തുറുങ്കിൽ അടയ്ക്കും. കാര്യം മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം രാഹുൽ നിന്ന് കഴിഞ്ഞാൽ രാഹുലെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന് ഇവരൊക്കെ ഈ കേക്കച്ചനും അതുപോലെയുള്ള ഈ ചെറ്റകൾക്കും അറിയാം. അതുകൊണ്ട് രാഹുലിനെ നിർത്തൂല ഇവര്. രാഹുലിനെ ഇവര് തുറുങ്കിൽ അടയ്ക്കും. ഒരു സംശയവും ഇല്ല അതിന്. ഈ രാഹുൽ എന്തിനാണ് എന്തോ ഇനിയും ഈ പാർട്ടിയെ പൊതിഞ്ഞ് നിൽക്കണത്? പറയാനുള്ളതെല്ലാം തുറന്ന് ജനങ്ങളെ മുമ്പ് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറി പുതിയ മുന്നണി രൂപീകരിക്കാതെ എന്തിനിങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ വയ്യ. 18 ദിവസം ജയിലിൽ അടച്ചില്ലേ? ഇവരെന്തിനടച്ചത്? ഇവരെന്തൊരു കാര്യത്തിന് ഇവർ ജയിലിൽ അടച്ചത്? എന്തൊരു കുറ്റം ചെയ്തിട്ട്? ലോകത്തിൽ ആരും ചെയ്യാത്ത എന്തെങ്കിലും കുറ്റം ചെയ്താ? കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ട് കഴിയണ ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരൻ, ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പയ്യൻ, ഒരു സുമുഖനായ പയ്യനെ കണ്ടപ്പോഴത്തേക്ക് റൂമും ബുക്ക് ചെയ്ത് അവള് വിളിച്ചു വരുത്തി പയ്യനെ കുടുക്കിയിട്ട് അവള് മുൻകരുതൽ എടുത്ത് വെച്ചിരുന്നവള്. അത് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഇല്ലാത്ത പരാതിക്കാരി കാനഡയിൽ നിന്നൊന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് തുറുങ്കിൽ അടച്ചില്ലേ? ഇതൊക്കെ ഇത് പൊതുജനങ്ങളെ ഞാൻ ആദ്യം മുതൽ സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരേ ഒരു വാക്കാണ്, ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് ജനങ്ങളെ വെല്ലുവിളിച്ചും കൊണ്ടവൻ കാണിക്കുന്ന വേലകളാണ്. 3-ാം തവണയും പിണറായിക്ക് ഊഴം ഒരുക്കി കൊടുത്തും കൊണ്ട് കോടികൾ കോഴയും മേടിച്ച് വെച്ചും കൊണ്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞിരിക്കണ ഈ മുതുക്ക് പുട്ടിയിട്ട ഈ കേക്കച്ചനും ഒരു വിജയനും ഇത് എന്തോന്നാണ് ഇത്? ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യന്റെ കൂടെ കാണിക്കണ ഓരോ കാര്യങ്ങള്. ഒരു MLA ആയ ഒരു പയ്യൻ ഇതാണ് കാര്യമെങ്കിൽ, ഇത്രയും ക്രൂരത ആണ് എങ്കിൽ, സാധാരണയായ എന്നെ പോലെയുള്ളവരൊക്കെ, എന്റെ മക്കളായവരൊക്കെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എന്തായിരിക്കും ഈ കേരളത്തിൽ നടക്കണത് എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാത്ത ദിവസങ്ങളാണ്. രാഹുൽ തന്നെ സ്വതന്ത്രമായിട്ട് പാർട്ടി കോൺഗ്രസിൽ നിർത്തിയല്ലേ രാഹുൽ സ്വതന്ത്രമായിട്ട് നിന്ന് രാഹുൽ ജയിക്കട്ടെ പാലക്കാട്. എനിക്കൊന്നും അവിടെ ഒന്ന് വോട്ട് പിടിക്കാൻ പറ്റിയല്ലേ? ഞാനൊക്കെ വന്ന് രായും പകലും ഇല്ലാതെ അവിടെ ഒന്ന് വോട്ട് പിടിച്ചേനെ രാഹുലിന് വേണ്ടി. അവിടെയൊന്നും വന്ന് വോട്ട് പിടിക്കാൻ പറ്റൂല നമുക്ക്. എനിക്ക് 65 വയസ്സാണ്. എൻ്റെ പേര് ദ്രസ്യാമ്മ, തൊടുപുഴക്കാരിയാണ്. എനിക്ക് 65 വയസ്സാണ്. അവിടെ ഒന്ന് വോട്ട് പിടിക്കാൻ പറ്റൂല. അല്ലെ ഞാൻ അവിടെ വന്ന് രായും പകലും ഇല്ലാതെ വന്ന് വോട്ട് പിടിച്ചേനെ. കാലിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടേ പാടാ. ഇനി ഒറ്റയ്ക്ക് വരണ്ടേ? രാഹുൽ തന്നെ ജയിക്കട്ടെ. സ്വതന്ത്രമായിട്ട് ഇന്നലെ രാഹുൽ വമ്പിച്ച ഭൂരിപക്ഷം ഈ കേക്കച്ചനെയും BD സതീശനെയും പിന്നെ ചെന്നിത്തലേനെയും എല്ലാം വയസ്സന്മാരെ എല്ലാവരെയും ഇറക്കി വിടുക, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണമേ പോകും. ഇപ്പൊ കണ്ടില്ലേ കേരളത്തിന് എന്നാ കിട്ടിയേ? BJPക്കാരൊക്കെ പോയിട്ട് കേരളത്തിന് വല്ലതും കിട്ടി? ആമയെ വളർക്കാൻ മാത്രം കിട്ടി. അതുകൊണ്ട് കേരളം ആമയെ വളർത്തോണ്ടിരുന്ന ജീവിതം നടക്കും. മാറിയൊരു കോപ്പ് ഇടപാടുണ്ടാക്കി വെച്ചേക്കുന്നു. രാഹുൽ സ്വന്തമായിട്ട് ജീവിക്കട്ടെ. സ്വന്തമായിട്ട് എവിടെ വന്നാലും ജയിക്കും. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.